ഇപ്പം പിഷാരടിയെ കൊണ്ടുവന്ന് തന്നെ പിഷാരടി 1 ലക്ഷം രൂപ മേടിച്ചിട്ടാണ്, 10 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ടാണ് വന്നതെന്ന് നമുക്കറിയാം. എനിക്കറിയാം, നിങ്ങൾ വിഷമത്തെ മനസ്സിലാക്കുന്നുണ്ട്. സന്തോഷമുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുക, അവിടെ ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫണ്ട് വരുന്ന സ്ഥലത്ത് ഈ വോളണ്ടിയേഴ്സ് പിരിച്ചെടുക്കുന്നു. ഒരു ഉത്സവം നടത്തുന്നതിന് ചിലവാകുന്ന തുക ഇവിടെ ആവുന്നില്ല. ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് എങ്ങനെയാണ് ആൾക്കാർ ഫണ്ട് പിരിച്ചെടുക്കുന്നത്, അത് തന്നെ നമ്മളും ചെയ്യുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് ജോലി കിട്ടിയപ്പം 75,000 രൂപ അടുത്ത ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. ഞാൻ ഇത്രയും കാലം SNC പ്രവർത്തിച്ചിട്ട് അത്രയും രൂപ ഞാനിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ പൈസ നമ്മളിവിടെ ഇവിടുത്തെ പല പരിപാടികൾ അത് നിങ്ങൾക്ക് അവിശ്വാസികൾക്ക് ഭണ്ണാരം വെക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെയെങ്കിലും വിട്ടിട്ട് ഒരു ഭണ്ണാരം വെച്ചിട്ട് അത് പൈസ ഇടത്തില്ല. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര അത്ഭുതവും കൗതുകവും ഒക്കെ തോന്നിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളൊരു ലോകത്ത് 1% ഉണ്ടോ എന്ന് സംശയമുള്ള കാര്യമാണ്. ലോകത്ത് ടോട്ടൽ ജനസംഖ്യയിൽ 1-2% ഉള്ളപ്പോൾ നിങ്ങളൊരു വലിയ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം. നമുക്ക് ന്യൂനപക്ഷ പദവി നമ്മുടെ പേരിൽ സ്കൂളുകളും കോളേജുകളും ഞാൻ ഒരു സർക്കാർ ന്യൂനപക്ഷ പദവി. അപ്പോൾ പിഷാരടി അടുത്ത പ്രാവശ്യം ഇലക്ഷനെ മത്സരിച്ചാൽ മന്ത്രിയായാൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പറയണ്ട. നിങ്ങൾക്ക് ഭരണഘടനയുടെ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളപോലെ തന്നെ നിങ്ങൾക്കുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് ആരോഗ്യ മന്ത്രിയാവൊക്കെ വേറെ കാര്യം, അതായിരിക്കും വേറെ ഇതിന്റെ കംപ്ലൈൻറ്റ്. ഇത്ര നേരം പറഞ്ഞതൊക്കെ കാര്യം പോയിട്ട് അത് വരും. പറഞ്ഞത് നിങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ചെയ്യാൻ പറ്റുന്നതും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഈ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചത്. ഒന്ന്, പുള്ളി പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മദ്യം ഉപയോഗിക്കുന്നത് പോലെ നേർപ്പിച്ച് ഉപയോഗിക്കാം. എനിക്ക് രസം തോന്നിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനെനിക്ക് ഇച്ചിരി നേർപ്പിച്ചിട്ട് അത് ചെയ്ത കാര്യമാണ്. ഞാൻ അത്ര ഇതിനു വേണ്ടി വാദിക്കുക, നിങ്ങൾ പറഞ്ഞ യുക്തിവാദി എന്നാണോ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സമയം കളഞ്ഞ് വാദിക്കുക എന്ന് പറയുന്നതിന് തയ്യാറില്ല. അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള സന്തോഷം മാത്രം കളക്ട് ചെയ്യുക. 2, ഞാൻ നിങ്ങളെ കേട്ട് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ഒരു ക്വാളിറ്റി കുറച്ചും കൂടെ കൂടിയതിൻ്റെ പേര് സഹിഷ്ണുത എന്നുള്ളതാണ്. നിങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഞാൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ മതമുള്ളവനാണോ മതമില്ലാത്തവനാണോ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ഈ മതവികാരം വ്രണപ്പെടുത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കറിയാം. ഒന്നിൽ ദൈവം സർവശക്തനാണ്, കൊണ്ട് നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വ്രണപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയും അതിൽ നിന്നും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകുകയും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമായ അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ ഇതിൻ്റെ പടത്തിൽ എൻ്റെ പടമുണ്ട്. 1 മാസം മുമ്പ് വിനായക ചതുർത്ഥിയുടെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. ഇനിയും ഞാൻ നേരത്തെ കൂട്ടുകാർക്ക് ഉദാഹരണം പറഞ്ഞതുപോലെ ഞാൻ ചിലപ്പോൾ കരോട് പോകുന്നൊരു സംഘത്തിൻ്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോയി എന്നിരിക്കും. ആധുനികമായി ഞാൻ ഒരിക്കൽ കൂടുതൽ കാണുള്ളൂ. നിങ്ങളാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഈ മറ്റുള്ളവർ ഉപദ്രവം ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഏത് സംഘടന എങ്ങനെ പ്രവർത്തിച്ചാലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എനിക്ക് വളരെ എൻ്റെ ഒരു പിന്തുണ അതുണ്ടാകും. ഞാൻ അതിനോടൊപ്പം നിൽക്കും. പിന്നെ ഒരു ചോദ്യം എന്നോട് പലരും SNCയിലെ പല ആൾക്കാരും പിഷാരടിയോട് ചോദിക്കണമെന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ്. SNC പോലത്തെ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കുറേ കാലമായി നമ്മുടെ വീഡിയോസ് ഇതൊക്കെ സിനിമാ മേഖലയിൽ നമുക്ക് സിനിമാ മേഖലയിൽ അങ്ങനെ ആൾക്കാരോട് വലിയ കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പിഷാരടിയെ കിട്ടിയോണ്ട് ചോദിക്കും, സിനിമാ മേഖലയിൽ എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിത് ചർച്ച ചെയ്യാറുണ്ടോ നിങ്ങളുടെ സൗഹൃദ സദസ്സുകളിൽ? രവീന്ദ്രൻ സിയുടെ പ്രഭാഷണം കേൾക്കുന്നു ഒരിക്കൽ പിഷാരടി പറഞ്ഞത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പിഷാരടിയെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ചർച്ച സിനിമാ മേഖലയിലുണ്ടോ, നടക്കാറുണ്ടോ? അങ്ങനെ ഇല്ലാതില്ല. അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ അവിടെ എത്തുമ്പം കാര്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് ആളുകൾ, കാണുന്നില്ല എന്ന് ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലല്ലേ ഇതൊക്കെ വരുന്നത്. നിങ്ങളെയൊക്കെ ഒഴിവാക്കി ഇത് തട്ടി പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം തീർച്ചയായും നിങ്ങളെ എല്ലാവരും കാണുന്നുണ്ട്, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഇനി മാറണ്ട എന്ന തീരുമാനമുള്ള ആളുകളുണ്ടാകും.
അവർ ഇതൊക്കെ കഴിഞ്ഞാലും ഇതിലോട്ട് മാറാൻ തയ്യാറാകുന്ന ആളുകൾ നിങ്ങൾ ഈ 100% മാറ്റം പാടാണ്. മദ്യപാനിയുടെ കുടിയെന്ന ശീലം കുറയ്ക്കുക എന്നത് നമുക്ക് പറ്റും, അല്ലെങ്കിൽ സഹിഷ്ണുത വർദ്ധിപ്പിക്കുക എന്നത് നമുക്ക് പറ്റും. അങ്ങോട്ടൊക്കെ പോകുന്നതിലായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. സിനിമയിലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും സന്തോഷമായിട്ട് കൈയടിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഇതില് ഞാൻ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നതിനകത്ത് നാടകങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കലയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കലയിൽ കാൽപ്പനികത ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിതിൻ്റെ പ്രചരണത്തിന് യുക്തിസഹമല്ലാത്ത രസമുള്ള ചിന്തകളും നർമ്മവും കവിതയും കഥയും പാട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഭക്തിഗാനം ഉണ്ടാക്കുമ്പോൾ എളുപ്പമല്ല, യുക്തിവാദി ഗാനം ഉണ്ടാക്കാൻ വലിയ പാടാണ്. നിങ്ങൾക്ക് എവിടെ നിന്നോ അത് ഗദ്യമായി പോകും, അതിനകത്തൊരു പദ്യമില്ലാണ്ട്. നമ്മളൊരു മത്സരം വെച്ചിരുന്നു, ലിറ്റ്മസിനൊരു കവിത എഴുതിത്തരം പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ കവിതകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ കവിത ഒന്നെങ്കിൽ ഈ വിപ്ലവകാലം അതായത് മാറ്റം അങ്ങനെയൊക്കെ അങ്ങനെ വരും. അതിനകത്തൊരു എസ്തെറ്റിക്സിന്റെ പരിപാടികളൊക്കെ ചില ആൾക്കാർക്ക് പിന്നെ ഫുൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു കാവ്യഭാവന വരുന്നില്ല. അങ്ങനെ അത് ഞങ്ങൾ പദ്ധതി തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ പിൻവാങ്ങിയിട്ടില്ല. അതിലോട്ടൊക്കെ നമുക്കും ഇതിങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ ആള് കൂടുതൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തും. കല ഉണ്ടാവട്ടെ, ഇതുണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചോദിച്ച് ഒരുപക്ഷെ ഞാൻ എന്താണ് എന്ന ചോദ്യത്തിന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം കാലങ്ങളോളം വേണമെങ്കിൽ നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു കാലത്തിൽ അവൻ ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ അവൻ്റെ നിലപാട് ഇന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ നമ്മുടെ സമയം കഴിഞ്ഞു.